ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നത്. കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് ടൊമാറ്റോ രസം. അപ്പം ടൊമാറ്റോ രസം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു സിമ്പിൾ ആൻഡ് ഈസിയാണ്, ഇത് ടേസ്റ്റിയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിധമേ ഇട്ട് കൊഞ്ചം തമിഴ് സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കണ്ടിപ്പാக എല്ലവരും ഇത് ഫുള്ളാக പാരുങ്ക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആദ്യം നമ്മൾ കുറച്ചിട്ട് ഒരു ഒന്നര അല്ലെങ്കിൽ 2 സ്പൂണ് പരിപ്പിട്ട് കൊടുക്കുക. ഓക്കെ, ഡാൽ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് 6 to 7 ഗാർലിക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കുരുമുളക്, ബ്ലാക്ക് പെപ്പർ, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ലൈക്ക് പച്ചക്കുരുമുളക് ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ടേസ്റ്റിന് നമുക്ക് എത്ര എരിവ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ കുരുമുളക് എത്ര ഈ കോൾഡ് ടൈമിലൊക്കെ നമുക്ക് ജലദോഷമുള്ളപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് രസം അടിപൊളിയായിരിക്കും. പിന്നെ ചോറിനോട് പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു 2-3 മസ്റ്റർഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. മോർ ദാൻ ദാറ്റ് യു ഷുഡ് നോട്ട് ഗോ. യു പുട്ട് ലൈക്ക് അറൗണ്ട് 3 to 4 മസ്റ്റർഡ്. അതിൻ്റെ അപ്പുറം നിങ്ങൾ ആരും ഇടണ്ട, അല്ലെങ്കിൽ പിന്നെ ഒരുമാതിരി കയ്പ്പ് വരും. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണ് ജീരകം. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വരണ്ടെടുക്കണം. പിന്നെ നിങ്ങളുടെ അടുത്ത് ചുമന്ന മുളകുണ്ടെങ്കിൽ, റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അതൊരു 2 to 3 സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ വീട്ടിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ആ സമയത്ത് ഞാൻ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്ത് കായം ഓൾസോ കായമ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒരു നമുക്ക് വറുത്തെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാവുന്ന വരെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുക. അത് വരട്ടിയിട്ട് നമ്മളൊരു ജാറിലെടുത്തിട്ട് നമ്മൾ ഇതാക്കി വെച്ചിരിക്കുന്നതിന് നമുക്കൊരു ജാറിലിട്ടിട്ട് ഇതുപോലെ തരി പോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ ആക്കാൻ. ആക്ച്വലി ഇത് വറുത്തെടുത്ത് വറക്കുമ്പോൾ ആ ഒരു മണം അടിപൊളി. സൈഡിലോട്ട് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റമായ തക്കാളി അങ്ങോട്ടിട്ട് എടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്ന 5 തക്കാളിയാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് വലിയ ഇതായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഞങ്ങൾ 4 പേര് കഴിക്കാനുള്ള പരുവത്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ 5 ടൊമാറ്റോ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ നിങ്ങൾ ചോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഒരു പരുവത്തിൽ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് 5 തക്കാളികൾ നമ്മൾ ഇട്ടിട്ട് നല്ല വരട്ടെടുക്കുക. എണ്ണയിൽ അങ്ങോട്ട് പിടിക്കണം. തക്കാളി അങ്ങ് വീണ എണ്ണയുടെ ഒരു ഇതിൽ തന്നെ നമുക്കന്ന് വെന്തങ്ങ് കിട്ടണം. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്, നിങ്ങൾ ഈ വെറൈറ്റി ആയിട്ട് രസം ഉണ്ടാക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ റെസിപ്പി ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ അപ്കമിങ് വീഡിയോയിൽ നമുക്കിതുപോലെയൊക്കെ ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് 5-6 നമ്മൾ അവിടെ ചേർത്തായിരുന്നു ഗാർലിക്, ഇവിടെയും കുറച്ച് വെളുത്തുള്ളി ഇടുകയാണ്. അത് ചോപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ ഇടാൻ. അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതുണ്ടോ, നല്ലപോലെ ഇളക്കി എടുക്കുന്നുണ്ട്. ഇതങ്ങോട്ടെല്ലാം കൂടെ പിടിക്കണം. പിന്നെ എന്താണ് വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇങ്ങനെ കളർ കാണുമ്പോൾ നല്ല ഭംഗിയാ. ഇതിലൂടെ ഇനി നമുക്ക് ഇത്തിരി ഒരു 1/2 സ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടെ നമ്മൾ ഓൾറെഡി മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മളിവിടെ കുറച്ചും കൂടെ ജീരകം ഇടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല. അപ്പം ജീരകവും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടോ. ഇനിയിപ്പം നമ്മൾക്ക് ഇതിനകത്ത് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 1 സ്പൂണ് മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ എരിവ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പെപ്പറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 സ്പൂൺ. എവിടെയെങ്കിലും ഞാൻ റിപ്പീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിചാരിക്കല്ലേ, ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ്. അപ്പം ഞാൻ
അത് കണ്ട് അങ്ങനെ അതിൻ്റെ ഫ്ലോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് അറിയാതെ കയറിയാലും പിന്നെ ആവശ്യത്തിനായ കായപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ല ഇങ്ങനെ വരട്ടി എടുക്കണം നമ്മൾ. ഓക്കെ, നല്ല സ്മാഷ് ചെയ്ത് കൊടുക്കണം നോക്കിയാണ്. ഞാൻ ഈ രണ്ടും കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് അമ്മ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ഫോണും കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യാൻ ഭയങ്കര ടാസ്ക് ആട്ടോ. എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ട് ചെയ്യണമായിരുന്നു. ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. പിന്നെ നമ്മളിത് പുളി നമ്മൾ വെള്ളം പിന്നെ അരിച്ചു വെച്ചാൽ മിക്സില്ല, അതിലോട്ട് തന്നെയാണ് നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ചോദിച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ അരിച്ചു വെച്ച പൊടിയും പിന്നെ പുളിവെള്ളവും കൂടെ ഇട്ട് കൊടുക്കുക. അതിൽ കൊത്തമരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയാണ് ഗായ്സ്. ഇവിടെ എല്ലാവർക്കും ഈ രസം ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കുക്കിംഗ് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് അമ്മയുടെ ഫീഡ്ബാക്ക് ഒക്കെ ഇടാമെന്ന്, പക്ഷേ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല ഗായ്സ്. അത് കഴിഞ്ഞ് ഫുൾ തിരക്കായി പോയി മറന്നുപോയി. അപ്പം നമ്മുടെ രസം റെഡിയായി. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.